CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചണ്ഡീഗഡിൽ ആരംഭിച്ചു. പുതിയ ജനറൽ സെക്രട്ടറിയെ അതുപോലെ ദേശീയ കൗൺസിൽ, ദേശീയ എക്സിക്യൂട്ടീവ് എന്നിവയെ തീരുമാനിക്കാനാണ് യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, ഈ പ്രായപരിധി സംബന്ധിച്ച് കേരള ഘടകത്തിന്റെ എതിർപ്പ് ശക്തമാണ് എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ഡി രാജയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അദ്ദേഹം തുടരുമോ അതോ പുതിയ സെക്രട്ടറി വരുമോ എന്നതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതിനുത്തരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുമെന്ന് കരുതാം, അല്ലേ? വിജയകുമാർ, ഈ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കാൻ അക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താനുള്ള നിർണായകമായ യോഗമാണ്, ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹാളിലാണ് യോഗം പുരോഗമിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ പൂർത്തിയാക്കിയിരിക്കുന്നു യോഗം. അടുത്ത നേതൃത്വം അത് ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഒരു ധാരണ, ഒപ്പം തന്നെ അടുത്ത ദേശീയ എക്സിക്യൂട്ടീവ്, പുതിയ ദേശീയ കൗൺസിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഈ യോഗത്തിൽ എടുക്കുക. അതിൽ പ്രധാനമായും സംസ്ഥാനങ്ങൾക്കുള്ള കോട്ട, ഇക്കാര്യത്തിലാണ് യോഗം തീരുമാനം എടുക്കേണ്ടത്. അത് ഓരോ സംസ്ഥാനത്തിനും എത്ര അംഗങ്ങൾ മാറും, അതിനനുസരിച്ച് അവർക്കുള്ള കോട്ടകൾ വീതിക്കുക. കൂടാതെ ഈ ഓരോ കമ്മിറ്റികളിലും 30% 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർ ഉറപ്പാക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ നേരത്തെ തന്നെ പാർട്ടി പാലിക്കുന്നതാണ്. ഇതനുസരിച്ചുള്ള ഒരു ധാരണയിലേക്ക് എത്തും. ഒപ്പം ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഏറ്റവും നിർണായകം ഈ ഒരു പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയകുമാർ ചോദിച്ച ആ ഒരു ചോദ്യം തന്നെയായിരുന്നു. ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരുമോ എന്ന ഒരു ചോദ്യത്തിൽ ഈ ഒരു യോഗത്തിൽ ഇതിനുശേഷം നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. പ്രായപരിധി കർശനമായി പാലിക്കണം എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് കേരളത്തിനുള്ളത്. ഈ പാർട്ടി കോൺഗ്രസിൽ നടന്ന ചർച്ചകളിലെല്ലാം തന്നെ കേരള ഘടകം ഈ ഒരു നിലപാട് ആവർത്തിച്ചിരുന്നു. കാരണം അത് 100% പാലിച്ച സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും അത് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ നിലപാട്. അതേസമയം മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഡി രാജയെ പോലെ ഒരു നേതാവ് നേതൃത്വത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നും പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കാൻ എന്ന് ഭരണഘടന പോലും നിർദ്ദേശിക്കുന്നില്ല, തത്വത്തിൽ പൊതുവായി പാലിക്കാം എന്ന് മാത്രമാണ് നിർദ്ദേശിക്കുന്നത് എന്ന വാദം ഉന്നയിച്ചിരുന്നു. എന്തായാലും ജനറൽ സെക്രട്ടറിയെ അത് ഐകകണ്ഠമായ ഒരു തിരഞ്ഞെടുപ്പാകും എന്ന് എല്ലാ നേതാക്കളും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം ദേശീയ കൗൺസിൽ യോഗം ചേരും. ആ കൗൺസിലാണ് ദേശീയ എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനത്തിന് അംഗീകാരം നൽകേണ്ടത്. തുടർന്ന് ഔപചാരികമായ തീരുമാനം അത് നാളെ ആയിരിക്കും ഉണ്ടാവുക. നാളെ ഈ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നാളത്തെ അജണ്ട. അതിനുശേഷം സമാപന സമ്മേളനവും നാളെ നടക്കും. അതിലായിരിക്കും ഔപചാരികമായ പ്രഖ്യാപനം ഉണ്ടാവുക. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.